രുടെ ദീർഘവീക്ഷണത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഒരു മനസ്സെന്ന ചിന്തയിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്കോ നമ്മുടെ സ്നേഹബന്ധത്തിനോ വിള്ളലുകൾ ഏൽപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സർവശക്തനായ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്നത്തെ കാലഘട്ടം നന്മയ്ക്ക് വേണ്ടി കൊടിപിടിക്കാൻ ആളുകളില്ലെങ്കിൽ തിന്മയ്ക്ക് വേണ്ടി കൊടിപിടിക്കുന്നവരുടെ പിന്നാലെ ആളുകൾ അങ്ങ് ഓടിക്കളയും. അതുകൊണ്ട് ഇതുപോലെയുള്ള പരിശുദ്ധ ഹബീബിൻ്റെ മൗലിദ് സദസ്സുകളിൽ ഹബീബിൻ്റെ പരിശുദ്ധ ജന്മദിനത്തോടനുബന്ധിച്ച് ആ ഒരു സുഗന്ധം പൂത്തുലയുന്ന ഒന്നാം വസന്തമെന്നറിയുന്ന റബീഉൽ അവ്വലിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ മിനിമം നമ്മുടെ മക്കൾക്ക് പുണ്യനിബിധങ്ങൾ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരം ഒരുങ്ങുകയാണ്. ഞാൻ ഇതോടൊപ്പം നമ്മുടെ മഹല്ല് ഭാരവാഹികളോടൊന്ന് സൂചിപ്പിക്കുകയാണ് സാധിക്കുമെങ്കിൽ. ഞാൻ സജ്ജി സാഹിബിനോടത് പറഞ്ഞില്ല, പക്ഷെ ഞാനിപ്പോൾ ഓർത്തുപോവുകയാണ്. നമ്മുടെ മഹല്ലുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെയ്യേണ്ട ഒരു സംവിധാനം പലിശരഹിത വായ്പാ സംവിധാനങ്ങളാണ്. ഏത് ചെറുതിനും ചെറിയൊരു ആവശ്യം, ഒരു 5000 രൂപയ്ക്ക് ആവശ്യം വന്നാലും സ്വർണം പണയപ്പെടുത്തി പലിശയ്ക്ക് വാങ്ങിക്കുന്നത് ഒരു വിഷയമേ അല്ലാതെ മാറുന്ന ഈ കാലം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ബറക്കത്ത് എങ്ങനെയാണ് അല്ലാഹു എടുത്തുകൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നുണ്ടോ? ഒരു ചെറിയൊരു ആവശ്യം വരുമ്പോഴേക്കും നമ്മൾ പണയപ്പെടുത്തുന്നത്, പലിശയ്ക്ക് പണയപ്പെടുത്തുന്നത് എത്ര വലിയ കുറ്റമാണെന്ന് പോലും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അതെല്ലാവരും ചെയ്യുന്നതല്ലേ? എല്ലാവരും ചെയ്യുന്നത് കൊണ്ടൊരു തിന്മ നന്മയായി മാറുമോ? വലു അഅജബക കസറത്തുൽ ഖബീസ്. തിന്മയുടെ ബാഹുല്യം കൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയാലും തിന്മ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ മഹല്ലിലെ പാവപ്പെട്ടവർക്ക് ഒരു 50,000-ഓ 1,00,000-ഓ 2,00,000-ഓ നമ്മുടെ സംവിധാനത്തിനനുസരിച്ച് 1-2 ആളുകളുടെ ജാമ്യം സ്വീകരിച്ച് പലിശയില്ലാതെ വായ്പ വാങ്ങിച്ച് തിരിച്ചടക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ മഹല്ലിൻ്റെ കീഴിൽ സംവിധാനിക്കാൻ കഴിയുകയാണെങ്കിൽ വലിയൊരളവോളം നമ്മുടെ നാടുകളിൽ പലിശയിലേക്കുള്ള മനുഷ്യരുടെ ഈ പോക്കിനെ നിയന്ത്രിക്കുവാനും അവരവരുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കരം അനുഭവിക്കാനുമുള്ള അവസരം സൃഷ്ടിക്കാൻ കഴിയും എന്ന് സാന്ദർഭികമായി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെ ഭാരിച്ചൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയല്ല, മുന്നോട്ടുള്ള യാത്രയിൽ ഇതുകൂടെ നിങ്ങൾക്ക് പരിഗണിക്കാം എന്ന് സൂചിപ്പിക്കുക മാത്രമാണ്.